ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്തൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ മഴക്കാലത്ത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചില ടിപ്സുകളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും, മഴക്കാല ഡ്രൈവിങ്ങിൽ എന്താണ് ഇത്രയധികം ചിന്തിക്കേണ്ടത്? മഴക്കാലത്ത് നമ്മൾ വാഹനത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഇത്രയധികം വരുത്തേണ്ടത്? സാധാരണ നമ്മൾ വൈപ്പർ ബ്ലേഡ് മാറും, ടയറൊക്കെ ശ്രദ്ധിക്കും, ഇതൊക്കെയല്ല നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ് മഴക്കാല ഡ്രൈവിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയെ രണ്ടായിട്ട് തിരിക്കുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ വാഹനത്തിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഒരു വാഹനം നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് എങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിന്റെ വൈപ്പർ ബ്ലേഡ് നിർബന്ധമായിട്ട് മാറാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എന്തിനാണ് വൈപ്പർ ബ്ലേഡ് നമ്മൾ മഴക്കാലമാകുമ്പോൾ മാറുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, വൈപ്പർ ബ്ലേഡ് പ്രോബ്ലം ഇല്ല. പക്ഷെങ്കിൽ ഈ മഴക്കാലത്തിന് മുന്നമേ എന്ന് പറയുന്നത് വേനൽക്കാലമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഈ വൈപ്പർ യൂസ് ചെയ്യുന്നില്ല. ബ്ലേഡ് അത്തരത്തിൽ നമ്മളുടെ ഗ്ലാസ് ഏരിയയിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശം കൂടെ അടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്ലാസ് ഹീറ്റാവും. ഈ വൈപ്പർ ബ്ലേഡിൻ്റെ ആ റബ്ബർ ഏരിയ, തിന്നായിട്ടുള്ള ഏരിയ ഹാർഡാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹാർഡായി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മഴക്കാലമാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വൈപ്പർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഗ്ലാസ് വൈപ്പ് ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു സൗണ്ട് വാഹനത്തിൻ്റെ ഈ ഗ്ലാസിൻ്റെ മേൽഭാഗത്തുണ്ടാകും. അത് മുഖാന്തരം ഏതെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങളോ മറ്റോ ഈ ഗ്ലാസിൻ്റെ ആ വൈപ്പ് ചെയ്യുന്ന ഭാഗത്തുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്ക്രാച്ച് ഉണ്ടാകും. അതുപോലെ തന്നെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു വൈപ്പിംഗ് അല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടറിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ആ മോട്ടോർ വർക്ക് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ടല്ല. ഇനി ഒരു വാഹനം മഴക്കാലത്ത് എങ്ങനെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം, അതിൻ്റെ ഡ്രൈവിംഗ് ടിപ്സ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വേനൽക്കാലത്തെ അപേക്ഷിച്ച് മഴക്കാല ഡ്രൈവിങ്ങിൽ വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഈ മഴക്കാലത്ത് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പകൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സെയിം മെത്തേഡ് അല്ല നൈറ്റ് ഡ്രൈവിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട്, നിങ്ങൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വെളിയിൽ മഴയുള്ള സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുടെ കാലിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ അടിഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചെളിയോ വെള്ളത്തിൻ്റെ അംശമോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? മാറ്റേൽ നമ്മളുടെ ചെരുപ്പ് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രമേ നമ്മളുടെ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലറേറ്റർ പെഡൽ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പക്ഷെങ്കിൽ ഗ്രിപ്പില്ലാത്ത ചെരുപ്പൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രേക്കൊക്കെ നമ്മൾ കയറി ചവിട്ടുന്ന സമയത്ത് ഇത് തെന്നിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത് മതി ഒരു വലിയ അപകടം ഉണ്ടാകാനായിട്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ കുറവാണെന്നുണ്ടെങ്കിൽ ടയർ പുതിയത് തന്നെ മേടിച്ചിടാനായിട്ട് ശ്രമിക്കുക. പരമാവധി പുതിയത് തന്നെ മേടിച്ചിടുക. ഇനി അതും അല്ലെങ്കിൽ കുഴപ്പമില്ല, ആ ടയറിൻ്റെ ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ തെളിയുന്ന അത്രയൊന്നും, അതായത് മുട്ട കയറുന്ന അത്രയൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ടയർ മുട്ടപ്പരുവ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ആ ഒരു ത്രെഡ് ഇൻഡിക്കേഷൻ നമുക്ക് ലൈൻ കാണണം. കുറച്ചും കൂടെ കനത്തിൽ ഉള്ള ഒരു രീതിയിലുള്ള ടയർ പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ വാഹനത്തിൻ്റെ ടയർ അലൈൻമെൻറ്റും ടയർ നമ്മൾ തിരിച്ചിടാനായിട്ടുള്ള, അതായത് സൈഡ് വെട്ടി തേഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് തിരിച്ചിട്ട് ടയറിൻ്റെ അലൈൻമെൻറ്റും മറ്റു കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ടയർ തീരാറായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ടയർ മാറാനായിട്ട് ശ്രമിക്കുക. കാരണം മഴക്കാല ഡ്രൈവിങ്ങിൽ നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴും റോഡിൽ വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടാകും. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടയർ ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് തെന്നിപ്പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയും വളരെയധികം കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് നിങ്ങൾ ടയർ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഇത്തരത്തിൽ മിസ്റ്റുകൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. അത് ഫ്രണ്ട് വിൻഷീൽഡിലുണ്ടാവും, സൈഡിലുണ്ടാവും, ബാക്ക് സൈഡിലുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് AC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മിസ്റ്റിനെ മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ ആ മിസ്റ്റ് മാറിയതിന് ശേഷം മാത്രം വാഹനം എടുക്കുക. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ
മിസ്റ്റ് പൂർണ്ണമായിട്ടും മാറ്റണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എ സിയുടെ ഈ ഒരു ഭാഗത്തെ, അതായത് നമ്മുടെ വിൻഷീൽഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എ സിയുടെ എയർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ നോബ് തിരിച്ചിടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കി ഇങ്ങനെയല്ല ഇടേണ്ടത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് എയർ വരുന്നത്. ഇത് നമ്മൾ നേരെ തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ മിസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ റീസർക്കുലേഷൻ മോഡ്, അതായത് നമുക്ക് വെളിയിൽ നിന്ന് എയർ വരുന്ന മോഡിലേക്ക് നമ്മളിത് മാറ്റുക. അതിന് ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തിടുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എ സിയുടെ ഈ ഒരു നോബ്, അതായത് നമുക്ക് എ സിയുടെ ഫാൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു നോബ് ഒന്നാമത്തെ പോയിന്റിലേക്കോ രണ്ടാമത്തെ പോയിന്റിലേക്കോ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്തിട്ട് പ്രോപ്പർ എ സി നമ്മൾ ഓണാക്കി കൊടുക്കുക. അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ മിസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഒപ്പം തന്നെ സൈഡിൽ ഇത്തരത്തിൽ നമുക്ക് ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഏരിയകളുണ്ടെങ്കിൽ, വിൻഡോകൾ ക്ലോസ് ആണെങ്കിൽ അതെല്ലാം തുറന്നിടുക. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ മിസ്റ്റുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തരത്തിൽ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ വിൻഷീൽഡിലെ മിസ്റ്റ് പൂർണ്ണമായിട്ട് ഇത്തരത്തിൽ മാറി ഗ്ലാസ് തെളിഞ്ഞു തുടങ്ങിയതിന് ശേഷം മാത്രം വാഹനം എടുക്കുക. എ സിയുടെ ഭാഗം പ്രോപ്പറായിട്ട് റെഡിയാക്കിയിരിക്കണം. കാരണം നമുക്ക് മഴക്കാല ഡ്രൈവിങ്ങിൽ ഇത്തരത്തിൽ മിസ്റ്റ് കയറും. ഇത്തരത്തിൽ മിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എ സി വർക്ക് ചെയ്യുന്നതില്ലെങ്കിൽ പല ആൾക്കാരും എന്ത് ഈ കൈയൊക്കെ കൊണ്ട് ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ തുടച്ചു വിടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കയ്യിൽ എണ്ണമയം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. അത് കൃത്യമായിട്ട് നമ്മളോട് വണ്ടിയുടെ ഗ്ലാസ് ഏരിയയിൽ പറ്റിപ്പിടിക്കും. മിസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയാതെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു കാരണവശാലും കൈ കൊണ്ടോ തോർത്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വെച്ച് ഒരിക്കലും ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യരുത്. ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ സി കറക്റ്റാക്കി വെക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമുക്ക് വാഹനം എടുക്കാം. മഴക്കാലത്ത് എങ്ങനെ ഒരു വണ്ടി നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാം, സേഫായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും മഴക്കാലത്ത് ഈ വൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി, ഈ വൈപ്പർ നോബിൽ നമുക്ക് ഈ സ്പീഡ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓഫ് മോഡിലാണ് കിടക്കുന്നത് ഏറ്റവും മുകളിൽ. ഇത് തൊട്ട് താഴോട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ഒരു തവണ വൈപ്പ് ചെയ്യും. എന്നിട്ട് ഒരു നിശ്ചിത സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും വൈപ്പ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇതിന് ഈ ഒരു നിശ്ചിത സെക്കൻഡ് ഉണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഒരു മഴ അല്ലെങ്കിൽ കുറച്ചും കൂടെ മഴ ഉണ്ടെങ്കിൽ മാത്രം ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നില്ല. അപ്പം നമ്മളിങ്ങനെ വൈപ്പർ ബ്ലേഡ് ഇടുന്നത് ശരിയല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് വൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് എന്ത് ചെയ്യണം, മേളിലേക്ക് തട്ടി ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി മഴ ഹാർഡായിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് നമ്മൾ കൂട്ടിയിടുക. അതായത് താഴോട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡിൽ വൈപ്പ് ചെയ്യും. ഇനി വീണ്ടും ഹൈയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ വൈപ്പ് ചെയ്യുക. ഇത് ഹാർഡായിട്ടുള്ള ഒരു മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മാത്രം ഇടുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഓൺ ചെയ്യുക. ക്ലീൻ ആയി കഴിഞ്ഞാൽ വീണ്ടും ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാം. നിങ്ങൾ മഴക്കാലത്ത് ഓടിച്ചു പോകുന്ന സമയത്ത് വെപ്രാളത്തോടെ വാഹനം ഡ്രൈവ് ചെയ്യരുത്. കാരണം മഴക്കാല ഡ്രൈവിങ്ങിൽ ഒട്ടുമിക്ക വാഹനം ഓടിക്കുന്നവർക്കും വെപ്രാളം വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമുക്ക് വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ വരണം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എത്തണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യും, പരമാവധി സ്പീഡിൽ വാഹനം ഓടിക്കുന്ന ഒരു മെത്തേഡ് ഒട്ടുമിക്ക ഡ്രൈവർമാരും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മഴക്കാലത്ത് അത് ചെയ്യരുത്. പരമാവധി നമ്മൾ വേനൽക്കാലത്ത് ഓടിക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് ഓടിക്കുക. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഇത്തരത്തിൽ വാഹനമൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ റോഡുകളല്ലേ സൈഡിൽ ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് സൈഡിൽ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിലാണ് വരുന്നതെങ്കിൽ സംഭവിക്കുന്നത്, പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ബ്രേക്ക് കിട്ടണമെന്നില്ല. ആ ചള്ളയിലൊക്കെ ചാടിയിട്ട് സൈഡിലുള്ള യാത്രക്കാരുടെ ദേഹത്തൊക്കെ വെള്ളം തെറിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് യാത്രക്കാർക്ക് കൂടുതൽ പ്രാധാന്യം മഴക്കാല ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. സ്പീഡ് നിങ്ങൾ കുറച്ചോടിക്കുക. പ്രധാനമായിട്ട് ഒരു വില്ലേജ് റോഡിലൊക്കെയാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഒരു 30-40 കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ഞാനൊരു വില്ലേജ് റോഡിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ വേഗത ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. കുറച്ചും കൂടി സ്പീഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 40 വരെ എത്തുക. അതിനപ്പുറം സ്പീഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്യാം. ഇതുപോലെയൊക്കെ സൈഡിൽ ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് വണ്ടിയെ പെട്ടെന്ന് ചവിട്ടി നിർത്താൻ കഴിയും. വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഗ്രിപ്പ് കിട്ടും. ഓവർ സ്പീഡ് അല്ലാത്തതുകൊണ്ട് വണ്ടി തെന്നി പോകാനായിട്ടോ മറ്റു ആൾക്കാരെ ഇടിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്,
എപ്പോഴും മഴക്കാല ഡ്രൈവിങ്ങിൽ മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഒരു സ്പേസ് ഇട്ട് മാത്രമേ നിങ്ങൾ വണ്ടി ഓടിക്കാവുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പല ആൾക്കാരും ചേർന്ന് വണ്ടി ഓടിക്കാറുണ്ട്. കാരണം എന്താണ്, മഴയുള്ള സമയത്ത് നിങ്ങൾക്കറിയാം റോഡിൽ ഇത്തരത്തിൽ വെള്ളങ്ങൾ കെട്ടി നിൽപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ബ്രേക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വണ്ടി ചവിട്ടി നിർത്തി നമ്മൾ ഒരുപാട് ചേർന്നാണ് പോകുന്നതെങ്കിൽ ആ വണ്ടിയെ നമ്മുടെ വണ്ടി പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ വാഹനമായിട്ട് 3rd ഗിയറിലാണ് പോകുന്നത്. ഇനി ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു, അവിടെ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയത്തില്ലാത്ത റോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇനി അറിയാവുന്ന റോഡിലാണെങ്കിൽ പോലും നമ്മുടെ റോഡിൻ്റെ സൈഡിൽ ചെറിയ വെള്ളം കെട്ടി നിപ്പുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങളുടെ വണ്ടിയുടെ ടയർ ചാടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം മറ്റൊന്നുമല്ല, ചിലപ്പോൾ ആ കുഴിയുടെ അളവ് എന്തോരമുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലായോ? പെട്ടെന്ന് പോയി ചാടിക്കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പരമാവധി നിങ്ങൾ ചെയ്യുക. ഓക്കെ, മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയറിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഗിയറിൻ്റെ ആ ഒരു പിടുത്തം കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. മഴക്കാലത്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പരമാവധി ഗിയറിൽ ഡ്രൈവ് ചെയ്യുക. ഗിയറിൽ ഡ്രൈവ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം, നമ്മൾ ഓരോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്കിൻ്റെ അവസ്ഥ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം നിങ്ങൾ ഉദാഹരണം കാണിക്കുക, ഞാനിങ്ങനെ 4th ഗിയറിൽ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് മുന്നിൽ ഇവിടെ നല്ല രീതിയിലുള്ള വെള്ളം കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിലും വന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3ാമത്തെ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് എത്തുമ്പോൾ വാഹനം കുറെ കൂടെ സ്ലോ ആകും. അപ്പോൾ ആ ഗിയറിൻ്റെ കൂടെ പിടുത്തം, ആ വലിയ ഗിയറിൻ്റെ പിടുത്തം കൂടെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം പരമാവധി വന്ന ഗിയർ പോകാതെ ഒരു ഗിയർ വെള്ളമോ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡൗൺ ചെയ്ത് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങൾ, ചെളികൾ ഒക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, പരമാവധി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇറങ്ങുക. അത് ഇറക്കത്തോട് കൂടിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് കുത്തനെയുള്ള ഇറക്കമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറും ഒപ്പം തന്നെ ബ്രേക്കിലും കൂടെ വാഹനം ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ വാഹനം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നൈറ്റ് ഡ്രൈവിംഗിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഡ്രൈവിങ്ങിൽ പരമാവധി നമ്മൾ തിരക്കുള്ള ടൗണിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെട്ടമുള്ള ഏരിയയിലാണെങ്കിൽ നിങ്ങൾ ബ്രൈറ്റ് മോഡിൽ പോകരുത്. വണ്ടിയുടെ ലൈറ്റ് ഡിം മോഡിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് റോഡിൻ്റെ താഴ്ഭാഗത്തേക്കായിരിക്കും വെട്ടം കിട്ടുന്നത്. ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഓടിച്ചു വരുന്ന ആൾക്കാരുടെ കണ്ണിലേക്ക് വെട്ടം അടിക്കത്തില്ല. നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ വാഹനത്തിൻ്റെയും ഗ്ലാസ് ഒന്നും ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വെട്ടം കൂടെ ചെന്ന് അടിച്ചു കഴിയുമ്പോൾ അവരുടെ കണ്ണ് മങ്ങും, ബ്ലറായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആക്സിഡൻറ്റ് ഉണ്ടാവും. അവർ തന്നെ ഒരു പക്ഷേ നമ്മളുടെ വാഹനത്തിന് മുന്നിലേക്ക് വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി ഡിം മോഡിൽ ടൗൺ ഏരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ടൗൺ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് റോഡായി നമുക്ക് കാഴ്ച കറക്റ്റായിട്ട് കിട്ടാത്ത ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ബ്രൈറ്റ് മോഡിൽ ഡ്രൈവ് ചെയ്യുക. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് പകൽ ഓടിക്കുന്നതിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യണം, കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം വില്ലേജ് റോഡിലാണെങ്കിൽ പകൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല. മഴയാണെങ്കിൽ പോലും നമുക്ക് റോഡ് അത്യാവശ്യമൊക്കെ കാണാം. പക്ഷേ രാത്രി കാലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. വണ്ടി ചിലപ്പോൾ പോയി കുഴിയിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലായ്പ്പോഴും കാണാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറച്ച് പരമാവധി ഓടിക്കുക. ടൗൺ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിം മോഡിൽ ഇടുക. നമ്മൾ ടൗൺ ഏരിയ ഒക്കെ വിട്ട് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് ബ്രൈറ്റ് മോഡ് ഇടുക. ബ്രൈറ്റ് മോഡ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സൈഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ വാഹനം അവരെ ഇപ്പോൾ ഇടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് വെട്ടമില്ലാത്ത ഏരിയയിൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മഴയുള്ളപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രൈറ്റ് മോഡ് ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മഴക്കാല ഡ്രൈവിംഗ്, അത് നൈറ്റ് ആയിക്കോട്ടെ പകലായിക്കോട്ടെ, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്നവർക്കും ഗുണം ചെയ്യാനായിട്ടാണ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞത്. ഒപ്പം തന്നെ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതിയിടുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു സേഫ് ആയിട്ടുള്ള ഡ്രൈവ് ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.